കർക്കിടക മാസമൊക്കെ അല്ലേ, ശരീരമൊക്കെ ഒന്ന് ഉടഞ്ഞെടുക്കല്ലേ, ഒന്ന് ലെവലാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരു ചെറിയൊരു പിഴിച്ചിൽ പരിപാടി ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അഡ്വക്കേറ്റ് സതീഷ് കുമാറിൻ്റെ മർമ്മ ചികിത്സാ കേന്ദ്രമാണ്, സിദ്ധവർമ്മ ചികിത്സാ കേന്ദ്രം. നമുക്ക് അവിടെ കയറി ഒന്ന് ഉടച്ച് വാർത്തിട്ട് വരാം. മുൻഷി രഞ്ജിത്ത് വേറെ ആയില്ല, സ്റ്റാറാവണം. ഉടനെ ഇവിടുത്തെ ചികിത്സ വലിയ സ്റ്റാറാണ്. ലേസിംഗ് ഒക്കെ വരും ചികിത്സ. അപ്പൊ ശരീരത്തില് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, അതിലൂടെ വന്ന രോഗങ്ങളാണ്, അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വീഴ്ചകൾ വന്നിട്ടുണ്ട്, ഭീകരമായ വീഴ്ചകൾ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡാണ് കൂടുതൽ കംപ്ലൈന്റ് ഉള്ളത്. ലെഫ്റ്റ് സൈഡ് ഹൃദയമൊക്കെ ഇരിക്കുന്ന ലെഫ്റ്റ് സൈഡിലല്ലേ? അവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല, സ്ട്രോങ് തന്നെയാണ്. അത് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. അപ്പോഴാദ്യം പിഴിച്ചിലം കഷായ ചികിത്സയാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. ഇതിന് മോചനം പിഴിച്ചിലൂടെ തന്നെ ഒരു 4 ദിവസം ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിലുള്ള ഇത്യാദി അസുഖങ്ങളൊക്കെ മാറും. കൈയും കാലും കഴപ്പ്, പിന്നെ നിങ്ങളുടെ ഇപ്പൊ ശരിക്കും ഒരു ഉന്മേഷക്കുറവ്, ഒരു മന്ദതയാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. അതെല്ലാം മാറും, ഉന്മേഷമൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പിഴിച്ചിലിനോട് കൂടെ തന്നെ നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ ചില അലർജികളുണ്ടാകും. അലർജി വരാതിരിക്കാനുള്ള കഷായമാണ് ആദ്യം ഫസ്റ്റ് ഡോസ് വരുന്നത്. ഫസ്റ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ രാവിലെയും വൈകിട്ടും ചെയ്യും, ഓരോ ഗ്ലാസ് ശരീരം. അതിൽ നിന്ന് തന്നെ രാവിലെ പിഴിച്ചിൽ രാവിലെ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ പിഴിച്ചിൽ തീരും. ശരീരം മൊത്തവും ഉച്ച മുതൽ ഉള്ളംകാല് വരെയുള്ള പിഴിച്ചിലാണ് ഇവിടെ നടത്തുന്നത്. അത് നമുക്ക് ആരംഭിക്കാം. ഓക്കെ. മറ്റ് ദുശീലങ്ങളുള്ളവർ പാർട്ടിയൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ ഡ്രിങ്ക്സൊക്കെ അടിക്കും. നിങ്ങളുടെ കാര്യമല്ല അത്. ഡ്രിങ്ക്സ് അടിക്കുന്ന ഇന്നൊരു വലിയ തെറ്റൊന്നും അല്ല, പക്ഷെ ഞാൻ കഴിക്കാറില്ല. ഇപ്പം കഴിക്കാറില്ല, മുമ്പ്. അതെ, കഴിക്കുന്നവർക്ക് ഇവിടെ ചികിത്സ ഇല്ലെന്നുള്ളതാണ്. കാരണം ഇത് മെഡിറ്റേഷൻ, ജസ്റ്റ് ലൈക്ക് മെഡിറ്റേഷൻ പോലെയാണ് ചികിത്സാ രീതി മുന്നോട്ട്. ലൈഫ് സ്റ്റൈലാണ്, ലൈഫ് സ്റ്റൈൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഡിഫറൻ്റ് ആണ്. ഈ ഒരു ജീവിത രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അസുഖങ്ങളൊന്നും വരത്തില്ല, അസുഖങ്ങളൊന്നും വരികയില്ല, ആയുസ് വർദ്ധിക്കുകയും ചെയ്യും. രോഗമില്ലാത്ത അവസ്ഥ വരുമ്പോൾ നമ്മുടെ ജീവിത ചക്രം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ലോകവാസം വെടിയാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ. ഇവിടെ ഇങ്ങനെ മാറുന്നില്ല, അതൊക്കെ ഇല്ല. ഈടും മമ്മക്ഷതം വന്നിട്ട് അവിടെ തട്ടി പിടിക്കുന്നതാണ്. ഏതസുഖമായാലും ഇതിൽ മാറുന്നതാണ്. ഇതാണ് നമ്മൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള മരുന്ന് ഇറക്കി കൊടുക്കുന്നത്. അതാണ് ഈ കുടുംബത്തിൽ കിടക്കുന്നത്. അവർക്ക് ഇത് വരുമ്പോൾ ഭയങ്കര ഈ രീതിയിലുള്ള ചികിത്സ ഇപ്പം അങ്ങനെ നിന്നുകൊണ്ട് വരികയാണ്. ഒരു പ്രത്യേക സ്ഥലത്തെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഇത് ഇന്നത്തെ ചികിത്സ നിങ്ങൾക്ക് നാളെ തന്നെ റിസൾട്ട് അറിയാം. അതാണ് ഇവരുടെ പ്രത്യേകത. അതാണ് ആളുകൾ അനുഭവിക്കുന്നത്. അവിടെ ശരീരത്തിലുള്ള ക്ഷതമെല്ലാം കംപ്ലീറ്റ് മാറുകയാണ്.
ഇവിടെ ഞാൻ വിളിക്കുമ്പോൾ എന്താണ് ഫോണാണ്. ഇത് 2 പങ്കായിട്ടും വരും. ഇവിടെ ഇത്രയും ബോഡി ക്ഷതം പറ്റിയതാണ്. ഈ ക്ഷതം വല സൈഡിലാണ്. അപ്പോൾ ഇത് നെഞ്ച് വേദന, നെഞ്ച് കിടപ്പ്, നടുവേദന ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഒന്നുകിൽ ഇവിടെ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുനിഞ്ഞിട്ട് തോരുമ്പോൾ ഈ ജനൽ പാളി തുറന്നിരിക്കുന്ന അറിയാൻ വേണ്ടി വെക്കാനും മതി. ഇതൊക്കെ മർമ്മക്ഷതമാണ്. ഇത് മാറുമെന്നാണ് ഒരുവിധം അസുഖമാണ്. കാരണം 99% രോഗങ്ങൾ വരുന്നത് വീഴ്ചയിലൂടെയും മറ്റേ നമുക്ക് ശരീരത്തിൽ കാലാകാലങ്ങളായി സംഭവിക്കുന്ന മർമ്മക്ഷതങ്ങളിലൂടെയാണ്. അത് മനസ്സിലാക്കാതെയാണ് ഇന്നത്തെ ചികിത്സാ രീതി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ മർമ്മക്ഷതം മാറ്റിയാൽ മാത്രമേ ആ രോഗിക്ക് പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും കിട്ടൂ. ഈ നമ്മൾ ചികിത്സയിലൂടെ ഇത് മാറുമ്പോൾ നമുക്ക് കരകൾ പുനർജനിക്കുകയും ചികിത്സയിലൂടെ ഇദ്ദേഹത്തിന് ചെറുപ്പമാവുകയും ചെയ്യുന്നു. പുതിയ കലകൾ വരികയും ചെയ്യുന്നു. പുതിയ പുതിയ വെയിൻസ് വരികയും നമ്മുടെ ശരീരം ഉന്മേഷം ഉണർന്നു വരികയും ചെയ്യും. ചില കലകൾക്ക് മാന്ദ്യം സംഭവിക്കുകയും തേയ്മാനം സംഭവിക്കുകയും അത് നശിക്കുകയും ചെയ്യും. അതാണ് ഈ 40-45 വയസ്സ് കഴിയുമ്പം അസുഖം ഇല്ലാത്തവരും ഈ പിഴിച്ചിലൊക്കെ പോയി അറിയാവുന്നവരെ കൊണ്ട് ശരീരം ബോഡി പിഴിച്ചിലൊക്കെ നടത്തി ഉന്മേഷവാനാക്കുന്നത്. ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിലാവും. ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിനാണ് സ്ട്രോക്ക് വരുന്നത്. പമ്പിങ് ശരിയായിട്ട് നടന്നുകഴിഞ്ഞാൽ പിന്നെ അസുഖം ഇല്ലെന്നുള്ളതാണ്. അസുഖം ഇല്ലാത്തവരാണ് 100 വയസ്സ് താണ്ടുന്നത്. നമ്മൾ പലരെയും അവര് എപ്പോഴും സദാ ജോലിയിൽ എന്തെങ്കിലും ജോലികളിൽ വ്യാപൃതരായിരിക്കും. കാരണം ശരീരത്തിന് ആയാസമായിരിക്കും. ഇത് വരുന്നത് നമ്മള് നെഞ്ച് പോലുള്ള സാധനങ്ങള് നമ്മൾ അറിയാതെ അതിൽ കാലിൽ നിൽക്കുന്നതാണ്, കാണാതെ ഇരിക്കുന്നില്ലേ. അപ്പോൾ സാധനമാക്കാൻ വേണ്ടി പോകും. അതൊക്കെ കംപ്ലീറ്റ് മാറ്റിക്കൊടുക്കും. കംപ്ലീറ്റ് പിടിച്ച് നടത്തിയല്ലേ ഇതൊക്കെ ശരിയാവും. കാരണം ഇത് തടവുമ്പോൾ തന്നെ ഇങ്ങനെ വന്ന് എല്ലാം തടയും നിരത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇനി 1 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ കിടക്കാൻ പറ്റൂല്ലോ. അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇരുത്തി ഒരു ചികിത്സ കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അല്ല, നമ്മൾ രാവിലെ ദോശ ഉണ്ടാക്കി കഴിക്കാം. ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ഒരാഴ്ച എടുക്കും ഈ മരുന്നുണ്ടാക്കാൻ. ഇത് നമ്മൾ വലിയ നിയമനത്തിന് പുറത്ത് ഇത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് അസ്വസ്ഥതയെല്ലാം മാറും. ആ അസ്വസ്ഥത ഇല്ല. ഇത് കഴുത്ത് തിരിക്കാനൊക്കെ വൈഷമ്യം ഉണ്ടാവും കാലക്രമേണ. അതൊക്കെ സ്മൂത്ത് 100% മാറും. ഇന്ന് തല ചികിത്സ ചെയ്യുന്നു, നാളെ വന്നതാണ്. ഇതാണ് ഇവിടുത്തെ ചികിത്സ. എല്ലാ അസുഖം പിന്നെ ശരീരത്തിന് മൊത്തം ഒരു ഉന്മേഷം ഉണ്ടാകും.
ഈ 3 ദിവസവും പൂർണ്ണമായ ഒഴിച്ചിൽ തന്നെയായിരുന്നു. രാവിലെയും വൈകിട്ടും കഷായം കഴിക്കുന്നു, അവിടെ നിന്നുള്ള ഔഷധക്കഞ്ഞി കുടിക്കുന്നു, ഒഴിച്ചിൽ നടത്തുന്നു. ഇതിനിടയിൽ മുൻപ് വന്ന ഒരു രോഗിയുടെ അനുഭവം കേട്ടു, പുതിയൊരു രോഗിയുടെ അവസ്ഥയും കണ്ടു. ഇത് കാണുമ്പോൾ ഇതല്പം നേരത്തെ വേണ്ടതായിരുന്നു എന്നാരും കമൻറ്റ് ചെയ്യരുത്. കാരണം ഇത് തളമയ്ക്കല്ല. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ എണ്ണ തേക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തടവി കടയുന്ന ലക്ഷണമുണ്ട്. ഈ കോശങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് ബാബു ജോർജ് എന്നാണ്. ഞാൻ ആർമിയിൽ നിന്ന് പെൻഷനായ ആളാണ്. ഏകദേശം ഒരു 15 വർഷത്തിന് മുമ്പ് എനിക്ക് ഡയബറ്റിക്കിൻ്റെ അസുഖം വന്നു. 2005 ഞാൻ ആർമിയിൽ നിന്ന് പെൻഷനായി. അങ്ങനെ ഡയബറ്റിക് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മിലിറ്ററി ഹോസ്പിറ്റൽ പാങ്ങോട് നിന്നുള്ള മരുന്ന് വാങ്ങി കഴിച്ച് ഇൻസുലിനൊക്കെ എടുത്ത് നടക്കുന്ന കാലത്ത് ഇടയ്ക്ക് വെച്ച് ഞാൻ ഡൽഹിക്ക് പോകേണ്ട വന്നു. അങ്ങോട്ട് ഫ്ലൈറ്റിൽ പോയി ഇങ്ങോട്ട് ട്രെയിനിൽ വന്നപ്പോൾ എൻ്റെ കാല് തനിയെ ഒന്ന് പഴുത്തു. ഒരു വിരൽ, ഇടത് കാലിൻ്റെ തള്ളവിരൽ അത് പഴുത്ത് ഞാൻ പോലും അറിയാതെ തന്നെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി. അങ്ങനെ ഗുജറാത്ത് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ച് വരുന്ന സമയത്ത് ഇരിക്കുമ്പോഴാണ് കണ്ടത്. പിന്നെ അവിടെ നിന്ന് ഞാൻ കഴുകി കെട്ടി നാട്ടിൽ വന്നതിലേക്ക് പോയി മിലിറ്ററി ഹോസ്പിറ്റലിൽ ലെറ്റർ മേടിച്ചിട്ട് അവിടെ ചെന്ന് ഒരു 16 ദിവസം കിടന്നു. പക്ഷേ 16 ദിവസം കിടന്നിട്ടും അവർ ദൂരെ നിന്നുകൊണ്ട് അങ്ങനെ വെട്ടി മാറ്റിയതല്ലാതെ ഒന്നും നേരെയാക്കി വിട്ടില്ല. ഒരുമാതിരി ചക്ക പഴുത്ത പോലെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ വന്നപ്പോൾ ഈ അഡ്വക്കേറ്റിനെ കുറിച്ച് പരിചയപ്പെടുകയും പുള്ളിക്കാരന് ഞാനുമായിട്ട് സംസാരിച്ച് പള്ളിയിൽ വെച്ചുള്ള പരിചയം ആദ്യമായിട്ട് കണ്ടതാണ്. പിന്നെ അങ്ങനെയാണ് അറിയുന്നത് ഇവിടെ കാട്ടാട് തന്നെ പുള്ളിയുടെ സിദ്ധവൈദ്യമുണ്ട്, അങ്ങനെ പുള്ളി ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വന്ന് ഒരു 3 മാസം ഇവിടെ പുള്ളിയുടെ കെയർ ഓഫിൽ ഇവിടെ കിടന്ന് മരുന്നും പിന്നെ ഇവർ തരുന്ന ഭക്ഷണവും കഴിച്ച് ഒരു റൂമിൽ ഞാൻ കിടന്നു. പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും, പുള്ളിയുടെ കൂടെ പള്ളിയിൽ പോകും, കുർബാന കഴിഞ്ഞ് തിരിച്ചു വരും, അവിടെ കിടക്കും. അങ്ങനെ 3 മാസം ഇവിടെ ഞാൻ ട്രീറ്റ് ചെയ്തു. എല്ലാം നേരെ. കാല് 2 മന്ത് കാല് പോലെ നീരുണ്ടായിരുന്നതാണ്. ഇപ്പോൾ എല്ലാം മാറി. ഞാനിപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ എല്ലാം വിട്ടു, ഇൻസുലിൻ എടുക്കുന്ന കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഇപ്പോൾ സുഖമായിട്ട് ഓടിച്ചാടി നടക്കുന്നു, പണിയൊക്കെ ചെയ്യാൻ കഴിയും. നേരത്തെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ വലിയ സന്തോഷമുണ്ട് എനിക്ക്. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല, ഇപ്പോൾ സിദ്ധവൈദ്യം മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചു, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു മിലിറ്ററിയിൽ ഒരു അവാർഡുണ്ട്, അത് വാങ്ങാൻ ഞാൻ ഡൽഹിക്ക് പോകാൻ വേണ്ടി പോവാണ്. ഉൾപ്പെടെ കാലോട്ട് എല്ലാം തൈലം തേച്ച് ഇരിക്കുകയാണ്. 2ാം റൗണ്ട് കഴിഞ്ഞ് ഇനി അടുത്ത റൗണ്ട് കഷായമാണ്. അകത്തെ കാത്തിരിക്കാം. ഇത് ഔഷധ കഞ്ഞിയാണ്. നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നവർക്കെല്ലാം ഔഷധ കഞ്ഞിയാണ് കൊടുക്കുന്നത്. ഔഷധ കഞ്ഞിയും ഔഷധക്കൂട്ടും ആണ്. അപ്പോൾ ഇതിന് അതെ ഇത് ഔഷധത്തോരൻ. ഔഷധത്തോരൻ ഉണ്ടായിരുന്നു. ഔഷധത്തോരനാണ്. അച്ചാർ ഐറ്റം ഒന്നും കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് തോരനിൽ ഒതുക്കിയത്. അടി മുതൽ മുടി വരെ എന്നൊക്കെ പറയുന്നല്ല, ശിരസ് മുതൽ പാദം വരെ എണ്ണയിൽ മുങ്ങി 4 ദിവസം. 4ാമത്തെ ദിവസമാണ്. 3 ദിവസം പൂർണ്ണമായ ചികിത്സ. 4ാമത്തെ ദിവസം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് പിരിയാണ്. 4 ദിവസം 4ാമത്തെ ദിവസമായി. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ഉണർവ് അനുഭവപ്പെടണം, ഉള്ളിൽ പുറത്തും. ഇവിടുത്തെ കഞ്ഞിയൊക്കെ കുടിച്ച്, കഞ്ഞിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല ടേസ്റ്റൊന്നുമല്ല, പക്ഷെ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ മോഷനായാലും മറ്റു കാര്യങ്ങളായാലും എന്ത് ഒരു ഉന്മേഷം ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് അറിയാം. 4 സാധനമുള്ളവരും എൻ്റെ മുഖത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ കുളിച്ച് കഴിയുമ്പോൾ എന്നല്ല ചെറുപ്പം തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് നോക്കാം. എന്തായാലും എല്ലാവരോടും എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയാണ്. ഇപ്പോൾ ഇതിനനുസരിച്ച് കാശ് ചെലവുണ്ട്. ഈ കാശ് ചെലവ് ഇതിനേക്കാൾ കൂടുതൽ ചെലവാകുന്ന എവിടെയാണെന്ന് അറിയാം. ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ്. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ പോകാതിരിക്കാനുള്ള ഒരു അവസ്ഥ ശരീരത്തിന് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മൾക്ക് ഇവിടെ ഈ ചെയ്യാൻ ശ്രമിച്ചത്. അത് ഏറെക്കുറെ ഫലം തന്നെയാണെന്നാണ് എൻ്റെ അനുഭവം. കാരണം ഇവിടെ ഒരാളുടെ അനുഭവം നമ്മൾ നേരത്തെ കേട്ടു. ഇപ്പം വേറൊരു പേഷ്യൻ്റ് ഒരു 3 മാസം ചികിത്സയ്ക്ക് കാല് എത്രയോ ഭീകരമായ ഒരു അവസ്ഥയിൽ ഇവിടെ വന്ന് ചികിത്സിക്കുന്നു. അപ്പം 3 മാസം കഴിയുമ്പോഴത്തേ അവർ നല്ലവണ്ണം എഴുന്നേറ്റ് പോകുമെന്ന് തന്നെയാണ് വിശ്വാസം. നമുക്ക് പറ്റുമെങ്കിൽ ആ സമയത്ത് നമുക്ക് വീണ്ടും കാണും.
അപ്പൊ എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിൽ പഞ്ഞമാസവും കർക്കിടക മാസവും ഒക്കെ പറയുന്ന രാമായണ മാസം എന്നൊക്കെ പറയുന്ന ഈ നാളുകളിൽ ശരീരത്തിനെ ഒന്ന് സംരക്ഷിച്ച് വയ്ക്കാൻ ഉള്ള ശ്രമം നടത്തുമെങ്കിലേ നമുക്ക് ചിന്നും അടിപൊളിയാക്കാൻ പറ്റും. ഓണം അങ്ങോട്ട് ആഘോഷിക്കാൻ കഴിയും. ഹലോ. അപ്പം 3 ദിവസത്തെ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഉച്ചയ്ക്ക് കഞ്ഞിയും പയറുതോരനും കൂടെ കഴിച്ച് നമ്മളിവിടുന്ന് യാത്രയാകാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? എന്താ വലിയ കുഴപ്പം? എനിക്കൊരു ഉഷാറൊക്കെ തോന്നുന്നു. നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ എന്തൊക്കെ മാറാൻ വേണ്ടി ചെയ്തു? കഷായ ചികിത്സ ചെയ്തു. പിന്നെ ശരീരം മൊത്തവും എണ്ണ ഇട്ട് ഉച്ചി മുതൽ ഉള്ളംകാല് വരെ തലയ്ക്ക് പിന്നെ വേറെ തലയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഔഷധ പ്രയോഗം നടത്തി, പിഴിച്ചിൽ നടത്തി. അങ്ങനെ 3 ദിവസം തുടർച്ചയായിട്ടുള്ള രാവിലെയും വൈകിട്ട് നിയമപ്രകാരമുള്ള പിഴിച്ചിൽ നടത്തിയതിന് ശേഷം കഷായം, സ്ട്രോങ് കഷായം തന്നെ അകത്ത് കൊടുത്തു. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും ഓജസ്സും പ്രസരിപ്പും ശക്തിയും രോഗിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓജസ്സും തേജസ്സും ഉള്ള പുതിയൊരു മനുഷ്യനായി ഗംഗയായിട്ട് ഞാൻ തിരിച്ചു പോവാണ്. അതെ, അപ്പൊ എനിക്ക് ഒരു നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വരുമ്പോൾ എനിക്കൊരു മന്ദത ഉണ്ടായിരുന്നു. അത് എൻ്റെ ഈ ഫാറ്റി ലിവറിന്റെ വിഷയം ഉള്ളത് കൊണ്ട് ചെറിയൊരു മന്ദത എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സ്മാർട്ട്നെസ് ഫീൽ ചെയ്യുന്നു. ചെറുപ്പമായി. അപ്പൊ ഇത് കൂടെ ഇടയ്ക്ക് തുടർ ചികിത്സ നല്ലതാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. കൃത്യമായിട്ട് ഇത്രയും ദിവസത്തെ എൻ്റെ ഡെവലപ്മെന്റ് നിങ്ങൾ കണ്ടതാണല്ലോ. നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു രോഗിയാണ് 3 മാസം ചികിത്സിക്കാനുള്ള ഒരു കാലൊക്കെ വലിയ ഭീകരമായ അവസ്ഥയിലിരിക്കുന്ന ഒരു രോഗിയുണ്ട്. അതും മെച്ചപ്പെടുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. മെച്ചപ്പെടും. ആ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പിന്നെ മറ്റേ ഷുഗർ പേഷ്യൻറ്റിൻ്റെ അഭിപ്രായം നമ്മൾ കേട്ടു. അപ്പോൾ നമുക്ക് ഇത്തരം അസുഖങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി കാശ് കളയുന്നതിന് പകരം അസുഖം വരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതും നമ്മുടെ ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യമായ ചികിത്സാ രീതികൾ പിന്തുടർന്ന് വരുന്നത് നമ്മൾ നശിപ്പിക്കാതെ അതിനെ ഫോളോ ചെയ്യുന്നത്